ഓപ്പറേഷൻ തൂഫാൻ ഗുണ്ടകളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. തൂഫാന്റെ ഭാഗമാകാൻ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് ലഹരി കേസ് പ്രതി ബിലാൽ ഉൾപ്പെടെയുള്ളവർ. AKG സെന്റർ ആക്രമിച്ച പ്രതിയും കള്ളത്തോക്ക് വിൽപ്പനയ്ക്ക് ശ്രമിച്ച കേസിലെ പ്രതികളും യോഗത്തിൽ പങ്കെടുത്തു. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, എന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഈ പ്രതികളൊക്കെ യോഗത്തിലെത്തിയത് ഏത് സാഹചര്യത്തിലാണ്? അതോ ഇത് ഇങ്ങനെ തന്നെയാണോ? ആ പരിപാടിയുടെ ഭാഗമായിട്ടാണോ ഇത്? ഓപ്പറേഷൻ തൂഫാനായി ചെറുപ്പക്കാരുടെ കൂട്ടായ്മ എന്ന നിലയിലായിരുന്നു ഒരു പരിപാടി കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നടന്നത്. ഒരു യോഗമാണ് ചേർന്നത്. ആ യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മനസ്സിലാക്കുന്ന പ്രകാരം ഏതാണ്ട് 100-ലധികം ഗുണ്ടകൾ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പ്രധാനമായും ആ യോഗത്തിൽ പങ്കെടുത്തതിൽ ഈ ലഹരി കേസിൽ, അതായത് 106 കിലോ കഞ്ചാവുമായി പിടികൂടിയ കേസിലെ പ്രതി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തു. ബിലാൽ എന്ന പ്രതിയാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. മാത്രമല്ല, യോഗത്തിന് നേതൃത്വം നൽകിയതാകട്ടെ AK സെന്റർ ആക്രമണ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ഷാജഹാനാണ്. ഈ ഗുണ്ടകളെ ഉപയോഗിച്ച് ലഹരി മാഫിയ തകർക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് സുധാകരൻ പ്രസംഗത്തിൽ പറഞ്ഞതായി മനസ്സിലാക്കുന്നു. കള്ളത്തോക്ക് വിൽപ്പനയ്ക്ക് ശ്രമിച്ച കേസിലെ പ്രതിയും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബോധപൂർവം തന്നെ ഇത്തരത്തിൽ ഗുണ്ടകളെ അവിടേക്ക് ക്ഷണിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനല്ലേ? അതോ ഇവർ മാനസാന്തരം വന്ന ഗുണ്ടകളാണോ നിതിൻ? ലക്ഷ്മി, ബോധപൂർവം തന്നെ ഈ ഒരു ഗുണ്ടകളെ ക്ഷണിച്ചുകൊണ്ട് ആ പരിപാടി നടത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ നിലയിൽ തന്നെയായിരുന്നു ആ ഒരു യോഗത്തിൽ സുധാകരൻ പറഞ്ഞത്. ഗുണ്ടകളെ ഉപയോഗിച്ച് ലഹരി മാഫിയ തകർക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് ആ യോഗത്തിൽ പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഇത്തരമൊരു ലഹരി മാഫിയെ നേരിടാൻ തയ്യാറാകണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ മാനസാന്തരപ്പെട്ട ഗുണ്ടകൾ തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തന്നെ ഈ ലഹരി മാഫിയ തകർക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നേരത്തെ മുൻപ് രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയിൽ സമാനമായി തന്നെ ഒരു ഗുണ്ടാ നേതാവ് പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരൻ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും കൊച്ചിയിൽ ആ ഒരു യോഗം ചേരുകയും ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു യോഗം കൊച്ചിയിൽ ചേരുകയും അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ സുധാകരൻ സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും ബന്ധപ്പെട്ട് ഇതിനകം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് അടക്കം ഇപ്പോൾ നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ലഹരി കേസ് പ്രതി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗമാണ് കൊച്ചിയിൽ ചേർന്ന്. അതോടൊപ്പം തന്നെ കള്ളത്തോക്ക് വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയും ആ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറെ ഗൗരവകരമാണ്. Big TV without fear or favor.